ഇപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തുമകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? അല്ല, ഒന്നാമത്തെ കാര്യം, എന്ത് സാഹചര്യത്തിലായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് തോന്നിയത്? മറ്റേ പാട്ട് പാടിയതായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ഇട്ടാ മതിയായിരുന്നു, ഒരു റീലും കിട്ടാൻ മതിയായിരുന്നു. അല്ല, ഓൾറെഡി അതായിരുന്നു ഇതിന്റെ ആവശ്യം. കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതൊന്നും? അല്ല, ഇവർ ചോദിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട് കേട്ടോ. ഈ ഇംഗ്ലീഷിലിട്ട കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ചോദിക്കുമ്പോഴത്തേക്കിന് കുറച്ച് പേര് പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ രേണുവിനെ കാര്യമില്ലേ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറയോ, ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒരാള് പോസ്റ്റ് വഴി ഇടുന്നു, ഒരാള് വീഡിയോ വഴി പ്രതികരിക്കുന്നു. അതായത് ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് വരെ സൈബർ ബുള്ളിങ്ങിൽ ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് കിച്ചു ഒരു പോസ്റ്റ് ഇട്ടു, ഇംഗ്ലീഷിൽ ബർത്ത്ഡേയുടെ ഒരു സാധനം എടുത്തിട്ട് എനിക്കിപ്പോ അങ്ങോട്ട് വരാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്ന രീതിയിലൊരു സാധനം. അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോഴത്തേക്കിന് നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവനെ വീട്ടിൽ കയറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അവനെ വീട്ടിൽ കയറ്റുന്നില്ല എന്നൊരു പനിയാണെങ്കിലോ? പനിയാണെ വരാൻ പറ്റത്തില്ലല്ലോ. ഓൾറെഡി നമുക്കറിയില്ല എന്തുകൊണ്ടോ അവന് വരാൻ പറ്റുന്നില്ല. അവന് വരാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം രേണുവിന് അറിയാലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും രേണു വേറെ രീതിയിൽ എടുക്കാം. അല്ല, ഇപ്പൊ വരാൻ പറ്റുന്നില്ല, ഓക്കെ, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വിളിക്കാം, ഫോൺ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. അതോ ഇനി ആ രണ്ട് അറ്റംപ്റ്റ് നടത്തിയിട്ട് രേണുസുതി കട്ട് ചെയ്ത് ഫെയിൽ ചെയ്ത് വിട്ടതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടോന്ന് ചിലപ്പോൾ അറിയത്തില്ല. ബാലൻസ് ഇപ്പം പോസ്റ്റ് ഇട്ട് എങ്ങനെയാ? വൈഫൈ പോലെ എന്നാലും വീഡിയോ കോൾ ചെയ്യാമല്ലോ, അത് ശരിയാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള അതായത് നമ്മള് പ്രൈമറി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളൊരു പോസ്റ്റ് രൂപേണ ഇടുമ്പോഴത്തേക്കിനും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. ഇവര് ഇൻഫ്ലുവൻസറാ. അപ്പൊ രേണുവിന് പറയാനുള്ളത് രേണു വീഡിയോ ആയിട്ട് പറയും, കിച്ചുവിന് പറയാനുള്ളത് കിച്ചു പോസ്റ്റ് ആയിട്ട് പറയും. അങ്ങനെയാണ് അപ്പൊ ഇതിനകത്ത് കിച്ചു പോസ്റ്റ് ആയിട്ട് ഇടുമ്പോഴത്തേനും ഉണ്ടാവുന്ന കാര്യം എന്തുമായിരിക്കും? കിച്ചു ഇതിന് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു സാധനം അവിടെ വരും. പക്ഷെ സൈലന്റ് ആയിട്ട് അവൻ പ്രതികരിക്കുന്നുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഇവര് രണ്ടുപേരും തുറന്ന പുസ്തകമാണ്. ഇവര് സംസാരിക്കുന്ന ജനങ്ങൾക്കെല്ലാം കാണാം. ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു അമ്മയെ മോനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് കിടന്ന് നിങ്ങൾ കിടന്ന് മെഴുകുമ്പം, രേണു ഉൾപ്പെടെ കിടന്ന് ഇതിനകത്ത് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതെടുത്ത് രണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കുറ്റം. നിങ്ങൾ രണ്ടുപേരല്ല, രണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കുറ്റം. അല്ല, നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്നത്. രേണു വീഡിയോ ചെയ്യുന്നത് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. രേണു ഒരു വീഡിയോ ഇടുന്നു, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ടെക്നിക്കലി ക്വാളിഫൈ അല്ലെന്നാ തോന്നുന്നത്. ഞാൻ നോക്കട്ടെ, ഒരു വീഡിയോ ഇടുന്നുണ്ട്, അത് അത് ഉടനെ പോകുന്നു. അത് സ്ട്രൈക്ക് കൊടുത്തല്ല, കാരണം സ്ട്രൈക്ക് കൊടുത്തായിരുന്നു അവർ രണ്ടാമത്തത് വീഡിയോ ആയിട്ട് പറഞ്ഞല്ലോ. അവിടെ സ്ട്രൈക്ക് ഒന്നുമില്ല, വീഡിയോ റിമൂവ് ചെയ്യുന്നു. ആ വീഡിയോ കുറച്ച് മണിക്കൂർക്ക് ശേഷം വീണ്ടും ഇടുന്നു. പിന്നെ അതിന്റെ മേളിൽ എന്തോ കേട്ടിട്ട് തമ്മിലേല് പറ്റിട്ട് വേറെ സാധനം. അത് അവര് തന്നെ നോക്കും, നാട്ടുകാരല്ല നോക്കുന്നത്, സ്വന്തമായിട്ട്. അങ്ങനെ ഒന്നും പരിപാടി ചെയ്യല്ലേ. ഇനി നിങ്ങൾക്ക് തമ്മിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടുപേരും യൂട്യൂബിൽ വീഡിയോ ഇടണം. വീഡിയോ ഇട്ടിട്ട് പ്രൈവറ്റ് ആക്കണം, അല്ല അൺലിസ്റ്റ് ചെയ്യണം. അൺലിസ്റ്റ് ചെയ്തിട്ട് വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് അവന് അയച്ചു കൊടുക്കണം. അപ്പം അവന് മാത്രമേ അത് കാണാൻ വരാം, ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ കാണാൻ വരാം. അപ്പം കിച്ചുവിന് അവിടെ ഇരുന്നുകൊണ്ട് സൗകര്യമായിട്ട് വളർത്തമ്മയ്ക്ക് പറയാനുള്ളത് കാണാം. അപ്പം എന്താ വേണം, ആ വളർത്തു മകൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കണം, വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഓൺലി ഫോർ മീ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മറ്റേ സ്റ്റോറി ഇട്ടാൽ മതി. ഇവന് സ്റ്റോറി ഇടുന്നതിൽ ഇഷ്ടം ക്ലോസ് ഫ്രണ്ട്സിന് ഇട്ടിട്ട് മറ്റേ ഗ്രീൻ വരുമല്ലോ, ഇട്ടിട്ട് രേണു സുതിക്ക്. അപ്പൊ രേണു സുതി എന്റെ മോനെ എനിക്കെതിരെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ അവസാനിക്കും. പിന്നെ അതിനെപ്പറ്റി ആരും ചോദിക്കാനും എടുക്കാനും വരത്തില്ല, ആരും ഇട്ട് ഇതിനെ റിയാക്ട് ചെയ്യാനും വരത്തില്ല. നിങ്ങളുടെ മറ്റേ കാക്കയുടെ മെച്ചപ്പം മാറും, ബാജുവിന്റെ കടിയും മാറും എന്ന് പറഞ്ഞില്ല. അതേപോലെ രണ്ടു പേർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റേ മറ്റേ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ അല്ല, അതല്ല, അത് മറ്റേ സൈക്ലിക്കില്ലേ, എന്തോ പറയുന്നത്, ഈ മറ്റേ പുഴുവിനെ മറ്റേ കാക്ക തിന്നുന്നു, കാക്കയെ മറ്റേ തിന്നുന്ന, അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും മെഴുകാം. അപ്പൊ പിന്നെ പുറത്തോട്ട് നമ്മൾ ആരും എടുത്ത് റിയാക്ട് ചെയ്തില്ല, വരത്തില്ല. ഇത് നമ്മൾ കാണുന്ന രീതി രണ്ടുപേരും കൂടെ അവിടുന്ന് ഒരാൾ പോസ്റ്റ്, ഒരാൾ വീഡിയോ ചെയ്ത് വീഡിയോയുടെ അവസാനം പറയും. റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പഠിച്ചു രണ്ടു ദിവസം കൊണ്ട്. അത് ഓൾറെഡി ഉള്ളതാ, ജനറ്റിക്കലുള്ളതാന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് ചാടി പുറത്തോട്ട് വന്നു, പെട്ടെന്നായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു എതിരാളിയും കൂടെ ആയിരിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, എന്തായാലും നമുക്ക് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോന്ന് കാണാം, കണ്ടുകൊണ്ട് തന്നെ നമുക്കിത് പറയാം. മലയാളം ഇതാണ്. ഓക്കെ, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന് മുന്നേ ഋതപ്പനൊന്ന് വായിച്ചു, ഋതപ്പന് വേണ്ടിയിട്ടാണ്. ഋതപ്പനൊന്ന് വായിച്ചു. ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്, ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മള് ജെനുവിനായിട്ട് അല്ലേ, അതുള്ള കാര്യം.
ബർത്ത്ഡേ ഇടുമ്പോഴത്തേക്കും അത് അവനും കൂടെ കാണാൻ പറ്റുന്ന രീതി, അല്ലെങ്കിൽ അവന് മനസ്സിലാവണ്ടേ ഇവന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് ഇവൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ടല്ലല്ലോ കാണേണ്ടത്. ഇവന്റെ ഇന്നത്തെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് അവൻ ഇന്നല്ലേ അത് കാണണ്ടേ. ബർത്ത്ഡേക്ക് റിമൈൻഡർ ആയിട്ട് വരും. 10 വർഷത്തിന് ശേഷം കിച്ചു അല്ല എന്തുവിന്റെ പേര് ഋതപ്പൻ കൊച്ചിറക്കൻ എല്ലാം പഠിച്ച് ക്ലിയർ ആയി മറ്റേ മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്ത് തൊപ്പിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഫോൺ എടുത്ത് നോക്കും. അന്ന് കിച്ചു ചേട്ടൻ എന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞിരുന്നില്ലേ, ഓ ഇതായിരുന്നില്ലേ ആ വാക്കുകൾ തോൽവിയാ, എടുത്തോണ്ട് പോ. അതൊക്കെ കഴിഞ്ഞ് ഇത് ആർക്ക് വായിക്കാനും കാണാനും വേണ്ടിട്ടാ? ഇത് ചുമ്മാ ഷോയാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ട, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും എവിടെങ്കിലും ഒരു ഇച്ചിരി ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ടാ. ഇതിനകത്ത് ജെന്യൂനിറ്റി ഒന്നുമില്ല. രേണു ഇവിടുന്ന് കുറെ ഹേറ്റ് അങ്ങോട്ട്, ഇവിടുന്ന് കുറെ ഹേറ്റ് ഇങ്ങോട്ട്, നമ്മൾ കുറെ ഹേറ്റ് അവിടെ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു 15 മിനിറ്റ് വീഡിയോയില് 8 മിനിറ്റ് വീഡിയോയിൽ കൂടുതൽ അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ സൈഡാ. ഇന്നിനിയിപ്പോ ഇത് ആരുടെ സൈഡാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ സൈഡിൽ, അവൻ ആ സൈഡിൽ വാ, അത് മാത്രമേ ഉള്ളൂ. ചെറുക്കം മറ്റേ വായിക്കാൻ പറഞ്ഞപ്പോ ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് മിനിമൈസ് ചെയ്തിട്ട് ഗെയിം എടുത്തു തോന്നുന്നു. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. എന്നാ അത് പിള്ളേരാകുമ്പോ അങ്ങനെ പിള്ളേർ കാണാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് കാണാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഇട്ട് കൊടുക്കണ്ടേ. 7 വയസ്സായതേ ഉള്ളൂ കുട്ടിക്ക്. ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരത്തെ വായിക്കാൻ അറിയില്ല. അയ്യോ, അത് വളർത്തു ദോഷം. 7 വയസ്സായ കൊച്ചിന് മലയാളം പോലും ചൊവ്വനെ വായിക്കാൻ അറിഞ്ഞുവിടുന്നുണ്ടെങ്കിൽ അല്ലത് വേണ്ടെന്നു ശരിയാകത്തില്ല. ഞങ്ങളുടെ അമ്മ കുറ്റം പറയും. എന്തിനാ ചുമ്മാ അറിയാതെ പറഞ്ഞു പോയതോ, ക്ഷമിക്കുക. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ അമ്മ പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. പൂജ പോലെ കിടക്കുമായിരിക്കും. ഇവരുടെ ഡയലോഗ് അടിക്കത്തില്ലേ, എന്ത് സാഹചര്യമാണ് വളർത്തുക, ഏതാണ് സമയം പറയൂ. ആ സമയം എന്ന് പറയുന്നത് ഏത് സമയം പറയുന്ന ഡയലോഗ്, ഏത് സമയമാണ് വളർത്തു മകനെ. നമ്മുടെ വീഡിയോ കാണുന്നു, നമ്മുടെ ഒരു സ്റ്റൈൽ പിടിച്ചേക്കുക. അത് അല്ല, അത് സംഭവം നല്ല കേട്ടോ കേൾക്കാൻ. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തു മകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. രേണു ഈ പറയുന്ന കേട്ടോ, അതായത് സൂര്യന്റെ പര്യായങ്ങൾ ചോദിക്കല്ലോ, ആദിത്യൻ, അങ്ങനെ പല പല കണക്ക്. കിച്ചു ഋതപ്പന്റെ ചേട്ടൻ, സുധിയുടെ ആദ്യത്തെ മകൻ, എന്റെ വളർത്ത മകൻ, കൊല്ലത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ മകൻ. കൊള്ള കേട്ടോ, ഇവര് ക്ലിക്ക് ആയിട്ടുണ്ട്. 2 ദിവസം പരിപാടി നടത്തിക്കോ, ഇനി ഒന്നും വേണ്ട, അവിടെ ഇരുന്നോ. സബ്സ്ക്രിപ്ഷൻ ഒക്കെ വിട്ടാരേ, റിയാക്ഷൻ വീഡിയോ ധൈര്യമായിട്ട് വാ. ടോപ്പ് ഇങ്ങോട്ട് വരരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും, അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരക്കിയിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിട്ടേ. 7 വയസ്സുള്ള അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കിന് കണ്ണി കാണുന്നവരല്ലോ, ഇവളവനെ വീട്ടിലോട്ട് കയറ്റത്തില്ലല്ലേ, അതായില്ലേ കാരണം. അത് തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കും. ഓൾറെഡി ഹേറ്റ് സ്പ്രെഡ് ആവശ്യത്തിൽ കൂടുതൽ സ്വന്തമായിട്ട് ആ വീട്ടിൽ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഈ പുലി വരുന്നെന്ന് പറഞ്ഞിട്ട് പുലി വരാത്ത ഒരു ദിവസം പുലി വരുമ്പോഴത്തേന് ആരും ഓടി വരത്തില്ല. അതേപോലെ ഇവര് വീട്ടിൽ ടോസ് ഇടും, ഇന്ന് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹേറ്റ്. കിച്ചു അങ്ങനെ അങ്ങ് അടിക്കുക. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ അറിയണം. അത് ഞാനല്ല അറിയേണ്ടത്, ഋതപ്പനാണ് അറിയേണ്ടത്. ഋതപ്പൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഋതപ്പനൊന്നും മനസ്സിലായിട്ടില്ല. ഇത് ശരിക്കും ഇമോഷണൽ സാധനമാണ്. നമ്മളിരുന്ന് ചിരിക്കുന്നു. എവിടെ മുന്നേ മോഹൻലാലിനെ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. ട്രോള് എക്സ്ട്രീം ട്രോള്. ഇതൊന്നും വായിക്കാൻ അറിയില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതോ അനുഭവിക്കുന്നതോ ആയ കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഋതപ്പൻ ഇവിടെ ഋതപ്പന്റെ ചേട്ടൻ
ഋതപ്പന് വേണ്ടിട്ട് ഇട്ട് തന്ന കേട്ടോ. അതെല്ലാം ഞാൻ അമ്മ വായിച്ചിരിക്കും. അവനെ വിളിച്ചിരുത്തി മറ്റേ ആ അമ്മ അതുപോലെ പഠിപ്പിച്ചു. ചേട്ടാ മോന്റെ ബർത്ത്ഡേക്ക് എല്ലാരും കാണുക ഒരു പോസ്റ്റ് ഇട്ട്, പക്ഷെ മോൻ കണ്ടിട്ടില്ല. മോനൊന്നും കാണും. മോൻ ഇവിടെ ഇരുന്ന് അർത്ഥം മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാ മതി. ഇനി നാളത്തേക്ക് മാറ്റി വെക്കേണ്ടത്. ഇത് സൂപ്പർ കണ്ടന്റ് കേട്ടോ. പക്ഷെ ഒരു ദിവസം നീ അതെല്ലാം മനസ്സിലാക്കും. അതുവരെ നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം ഓർക്കണം. ബാക്കി വായിച്ചോളാം. കാരണം കൊച്ചിനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കണം. ഓർക്കണം, നമ്മൾ എത്ര അകലെയായാലും നമ്മൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും എന്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും പ്രത്യേക. എന്തിനാ കിച്ചു ഇങ്ങനെയൊക്കെ? നീ അവന് മനസ്സിലാകുന്ന രീതിയിൽ നിനക്ക് ഇവിടെ വന്ന് അവനെ കാണാതെ. അവന്റെ സ്വന്തം ചേട്ടനാണ്. ഞാനും നീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഋതുലിനോട് പറഞ്ഞിട്ടില്ല നിന്റെ ചേട്ടനല്ലെന്നോ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു രക്തത്തിൽ പിറന്ന ആൾക്കാരാണ്. ഇതിനാണ് ഇങ്ങനെയൊക്കെ ആ കൊച്ചിനെ ഒന്നും അറിയാത്ത കൊച്ചിനോട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വന്ന് നിന്റെ അനിയനെ കാണുന്നതിന് ഒരു വിരോധമില്ല. ഞാനും നീയും തമ്മിലാണ് പ്രശ്നമെങ്കിൽ അത് ഞാനും നീയും തമ്മിൽ അത് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യോ ഇട്ടാൽ മതി. ഈ കൊച്ചിനോട് എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എന്നെ കൂടെ സൈബർ ബുള്ളിങ്ങിന്? അപ്പൊ ഞാൻ സൈബർ ബുള്ളിങ്ങിനെ കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പൊ എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട് ഈ പോസ്റ്റ്. മനസ്സിലായി? ഈ കൊച്ച് 7 വയസ്സുള്ള ഈ കുഞ്ഞിന് എങ്ങനെ അറിയാനാണ്, എങ്ങനെ മനസ്സിലാക്കാനാണ്? നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നിനക്ക് പോസ്റ്റ് ഇടാൻ. ഞാനിത് കണ്ടത് രേണുവിന്റെ റീൽസിനകത്തുനിന്ന്. അറിഞ്ഞ പോലുമില്ല, ആരും എടുത്തിട്ട് അലക്കിയില്ല. ആ റീൽസിനകത്ത് ഈ സാധനം കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം ഫണ്ണി ആയിട്ട്. അതാ അടിപൊളി. ബാക്ക്ഗ്രൗണ്ടും കൊള്ളാം, വീടും കൊള്ളാം. ഇന്റർവ്യൂ കൊടുക്കുന്ന അതേ കാലത്തിരുന്ന് ഇന്റർവ്യൂ എടുത്ത ആൾക്കാരെതിരെ വീണ്ടും റിയാക്ട് ചെയ്യുന്നു. എനിക്ക് വയ്യ. ഈ സോഫ മിക്കവാറും ഫേമസ് ആവും. നിനക്കൊരു വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാലോ. പക്ഷെ സുധിച്ചേട്ടന്റെ വീട്ടുകാര്, അതായത് ചേട്ടത്തിയും സുധിച്ചേട്ടന്റെ അമ്മയും, അതായത് ഈ കൊച്ചിന്റെ വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയും ഇന്ന് വിളിച്ചല്ലോ, വീഡിയോ കോൾ ചെയ്തല്ലോ. അവർക്ക് ഇവനോട് ഉള്ള സ്നേഹം അങ്ങനെയൊക്കെ നടന്നല്ലോ. ഇനിയിപ്പോ അവരോട് ചോദിച്ചപ്പോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ സെറ്റ് പറയായിരുന്നു. ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞാലുള്ള കോൾ ഡീറ്റെയിൽസ് കാണുമല്ലോ, ഇത്ര നേരം സംസാരിച്ചത് കാണുമല്ലോ. അത് നമ്മൾ ചോദിക്കണ്ട. അല്ല, അവർക്ക് വീഡിയോ കോൾ ചെയ്ത് അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്നെങ്കിൽ സംസാരിക്കാൻ പറ്റും, തീർച്ചയായിട്ടും സംസാരിക്കാം. അപ്പൊ ഇനിയിപ്പോ അവൻ വിളിച്ചിട്ട് എടുക്കത്തില്ല എന്നൊരു എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ ഇവര് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴത്തേന് ഫോൺ മേടിച്ചിട്ട് പറയാമല്ലോ, മോനെ ഞാനാടാ സച്ചുട്ട കിച്ചുട്ട. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇപ്പൊ എന്താ തോന്നുന്നത്? അതായത് കിച്ചുവിന് ഇവരെ ആരെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവരെ വീട്ടിലോട്ട് വരുന്നതല്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ വന്നിട്ട് ഏതോ ഒരുത്തൻ ലീക്ക് ചെയ്ത നാക്കിട്ട് കിടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചത്. അപ്പോഴത്തേന് ഇവരും തിരിച്ചു പറഞ്ഞല്ലോ, ഞാൻ ഇനിയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ പലതും പുറത്തു വരും എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വരും പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാ. പക്ഷെ ഇവര് വീഡിയോ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിനക്ക് വരാമല്ലോ, നീ വരിക, നീ കാണുക. ഇടയ്ക്ക് പോയില്ലായിരുന്നു, അത് രേണു ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ രേണു ഹോസ്പിറ്റലിൽ കാണാൻ പറ്റില്ല. അവര് കാണിച്ചു ഒന്നുമല്ലല്ലോ, അവര് വീഡിയോ കോൾ ചെയ്താ കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കാരണം നിന്നെപ്പോലെ തന്നെ ഇവനും ആ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല, ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിയെ വിളിച്ചല്ലോ. അതുപോലെ നിനക്ക് നിന്റെ അനിയനെ വിളിക്കാമല്ലോ, ഇവിടെ ആരും എതിർക്കുന്നില്ല. അന്ന് നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്റെ വീട്ടുകാരെ അത്രത്തോളം നീ അത് പറഞ്ഞ് സൈബർ ബുള്ളിങ്ങിന് ഏറ്റു കൊടുത്തിട്ട് പോലും എന്റെ വീട്ടുകാർ ഒരു മാറി നിൽക്കാൻ നിങ്ങളോടോ നിങ്ങളുടെ സുധിച്ചേട്ടന്റെ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല. ഈ വീട് സ്ഥലവും ഈ തിരുമേനി എഴുതി തന്നേക്കുന്നതിന് ഋതുലിനും രാഹുലിനും കൂടെയാണ്, കിച്ചുവിനും കൂടെയാണ്. പക്ഷെ നിങ്ങൾ കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്, കിച്ചുവിനും ഋതുലിനും അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുലിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവര് രാവിലെ ഏതാണ്ട് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. കിച്ചു ഈ പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ് തരാനാന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. അതുപോലെ ഞാൻ എന്തെങ്കിലും എനിക്കതൊരു വിഷയമില്ല, കൊക്കത്ര കുളം കണ്ടതാ സൈബർ ബുള്ളിങ് എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ അവര് അല്ല, ഇതൊരു പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, കാര്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്.
നമ്മൾ തമാശ രൂപേണ ചില കാര്യങ്ങൾ ഇവള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്ത്, കാരണം അത് തമാശയായിട്ട് റിയാക്ട് ചെയ്യുന്ന സാധനം. എന്തൊക്കെയോ ചില ശരികളുണ്ട്. ഉണ്ട്. കിച്ചു ആണെങ്കിൽ കിച്ചുവിന്റെ സൈഡിൽ ശരിയുണ്ടോന്നറിയാൻ കിച്ചു വാതൊന്നും പറയാറുമില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് കമന്റ് വരുന്നത് എന്താ പറയുക, അങ്ങനെ അവൻ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നത് പൂര തെറിയല്ലേ അവള് വിളിച്ചോണ്ടിരിക്കുന്നതൊക്കെ വരും. ഈ ചെല്ലുമ്പോഴത്തേനും അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെയാ പറയുന്നത്. കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര നല്ല രീതിയിലുള്ള രണ്ടുപേരുടെയും സപ്പോർട്ടും എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നിനിയിപ്പോ ആരുടെ പേരിലുള്ള സപ്പോർട്ടാണ്, ആരുടെ സപ്പോർട്ടാണ് നിങ്ങൾ തന്നെ പറയണം. ഇത്തവണ ആരുടെ സപ്പോർട്ടാണ്? നിങ്ങൾ എന്തായാലും കുറെ നാളുകളായിട്ട് കണ്ടോണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ സപ്പോർട്ട് എന്താ നിങ്ങൾക്ക് പറയണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പറഞ്ഞതിനകത്ത് ജെനുവിനിറ്റി ഉണ്ട്. ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത അവരെ കുടുംബത്തിലുള്ള, അതായത് കിച്ചു ബർത്ത്ഡേ കാർഡ് മേടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഋതപ്പാന്ന് വെച്ച് പോസ്റ്റൽ വഴി അയച്ചു കൊടുത്താൽ അതുകൊണ്ട് അവനും ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു. നമുക്ക് എപ്പോഴേ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അങ്ങ് ദൂരെ നിൽക്കുന്ന ഭർത്താവിന് ഭാര്യ അയച്ചു കൊടുക്കുന്നതും ഭാര്യ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നതും. അങ്ങനെ എന്തൊക്കെ രീതി നടക്കുന്നു. ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്, അതിന്റെ എക്സ്ട്രീമിലെല്ലാം കാണുന്ന ഒരാളാണ് കിച്ചു. അവനായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അവൻ സ്വന്തമായിട്ട് ടീഷർട്ട് ഡിസൈൻ ചെയ്യുന്നല്ലേ. പൈസ കൊടുത്തിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. ഇത് നമ്മൾ ഡേറ്റ കൊടുക്കത്തില്ലുള്ളൂ, പൈസ കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കൊച്ചിനൊരു ഗിഫ്റ്റ് മേടിച്ച് അയച്ചു കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, നീ കാണാൻ വരാൻ പറ്റാത്തൊരവസ്ഥ നീ ആ കൊടുത്ത ഗിഫ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് കാണാം. അതാ കാരണം എന്താ നമ്മൾ പറയാനുള്ള കാരണം, അതാ കൊച്ചിന്റെ കൈകളിലെത്തി, അല്ലെങ്കിൽ കൊച്ചിന് മനസ്സിലായി ഇങ്ങനെ ഒരു സാധനം എല്ലാവർക്കും മനസ്സിലായി. കൊച്ചിന് മനസ്സിലാവണമെങ്കിൽ 10 വർഷം കഴിയണം. കൊച്ചിനെ അവസാനം ആ രേണു പിടിച്ചിരുത്തി അത് മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് എടുത്തു വെച്ചിട്ടാണ് കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നത്. രേണുവിന് ഇങ്ങനെ ഒരു മറുപടി വീഡിയോയുടെ കാര്യം ഉണ്ടായിരുന്നു. പ്രശ്നമുണ്ടോ? നീ എന്തിനാണ് ഈ പോസ്റ്റ് ഇട്ട് നശിപ്പിക്കുന്നത് എന്ന രീതിയിൽ രേണുവിനും വിളിച്ചു ചോദിക്കാം. അത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കിന് രേണുവിനെ എടുത്ത് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തൊരു കാര്യം. ഇപ്പൊ രേണു ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് നേരെ തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നേ ഈ കിച്ചു ബിഗ് ബോസിലുണ്ടല്ലോ, ഇവര് തമ്മിൽ പരസ്പര ധാരണ കേറ്റിക്കൊണ്ട് പോകാനാണോ എന്തോ. ഇനി ഇവിടെ നിന്ന് കാണുന്ന എടുക്കുന്നവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നിങ്ങളെ ഇമ്മായിരുന്നല്ലോ അവരുടെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇത് സൂപ്പർ ബ്രോ, നല്ല കാര്യമുണ്ട്. ഇതിന്റെയൊക്കെ പണി പോകത്തേ ഉള്ളൂ. ബിഗ് ബോസിലുണ്ട്, കാണാം പരിപാടി. ഫാൻസ് ഹേറ്റേഴ്സ് വോട്ട് ചെയ്താൽ തന്നെ അത് ഉറപ്പാ. എന്നാ കപ്പ് കിട്ടി. ആദ്യ ദിവസം തന്നെ കപ്പ് എടുത്ത് കിച്ചുവിന്റെ കൊടുക്കുന്നു. കഴിഞ്ഞ തവണ മറ്റേ വിനു എടുത്ത് അനുമോക്ക് കൊടുക്കുന്ന കപ്പിന്റെ ഫോട്ടോയാണ് വന്നെങ്കിൽ ഇത്തവണ എടുത്ത് കിച്ചുവിന് കപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് കിച്ചു ഇറങ്ങി വരുമ്പോഴത്തേന് ആദ്യം സ്വിഫ്റ്റ് കാറിൽ പോയി രേണുസുതി പിക്ക് ചെയ്തോണ്ട് വരുന്നു. അപ്പൊ ഫാമിലി കുടുംബം ബിഗ് ബോസിൽ എല്ലാം ഞങ്ങളെല്ലാം ഓക്കെ കേട്ടോ. നിങ്ങളൊന്നും ഇനി ഒന്നും വലുതായിട്ട് സംസാരിക്കും. ബിഗ് ബോസിൽ പോയി എല്ലാം റെഡിയാക്കി. സീക്രട്ട് ഏജന്റിന് ശേഷം ബിഗ് ബോസ് കുടുംബം സെറ്റായ, അതായത് കുടുംബ വഴക്കുകൾ തീർത്തിട്ട് ബാക്കി എല്ലാരും പിരിഞ്ഞു പോയില്ലേ, ഇവര് മാത്രമല്ല ഒന്നിപ്പിച്ചത്. അത് വലിയ കോമഡിയായി. വീട്ടിൽ സംസാരിക്കാൻ വയ്യാത്ത സായ ബ്രോ ബിഗ് ബോസിൽ പോയി സംസാരിച്ചിട്ട് അവിടെ നിന്നൊരു റിയൂണിയൻ. ഒരു പുള്ളി കണ്ടില്ലേ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അല്ല ഈ ഫോട്ടോ പോസ്റ്റൊക്കെ ഇടാതെ വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റാക്കി തരാം. വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ അതങ്ങ് ആ രീതിയിലങ്ങ് എടുക്കും. അപ്പം ശരി എന്നാ. ബൈ.